ഹലോ ഫ്രണ്ട്സ്, ഞാൻ അജയ്. അഥവാ നിങ്ങളെ ആധാറിൽ നിങ്ങളെ നെയിമിൽ എന്തെങ്കിലും കറക്ഷൻ ചെയ്യണോ, അതോ നിങ്ങളെ ഡേറ്റ് ഓഫ് ബർത്തിൽ എന്തെങ്കിലും കറക്ഷൻ ചെയ്യണോ, അതോ നിങ്ങളെ അഡ്രസ്സിൽ എന്തെങ്കിലും ചേഞ്ചസ് ചെയ്യണോ, അതോ നിങ്ങൾക്ക് ഫോൺ നമ്പർ ചേഞ്ച് ചെയ്യണോ, അതോ ഇമെയിൽ ഐ ഡി ചേഞ്ച് ചെയ്യണോ, അതോ ഫാദർ നെയിമിൽ കറക്ഷൻ ചെയ്യണോ, ഇതേപോലെ മേജർ കറക്ഷൻ എല്ലാം എങ്ങനെ ചേഞ്ച് ചെയ്യാം, നമ്മൾ ആധാർ കാർഡിന്റെ ഫ്രണ്ടിലുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെ പ്രോപ്പറായിട്ട് ചേഞ്ച് ചെയ്യാൻ നമുക്ക് ഇന്ന് കാണാം. ഈ വീഡിയോയിൽ ഓൺലൈനിലൂടെ എങ്ങനെ അപ്ലൈ ചെയ്യേണ്ട രീതികൾ ഞാൻ പറഞ്ഞു തരും. അതിന്റെ കൂടെ ഏതൊക്കെ ഡോക്യുമെന്റുകൾ കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേർക്ക് ഇഷ്യൂ ആണ്, ഓരോ ഡൗട്ടുകൾ കാണും. അതേപോലെ ഒരു ചില പേർക്ക് ഗജറ്റ് നോട്ടിഫിക്കേഷന്റെ ആവശ്യങ്ങൾ വരും. അതിനെക്കുറിച്ച് നമുക്ക് ഫ്രണ്ടിലോട്ട് കാണാം. വരും വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് നിങ്ങളെ ബ്രൗസർ ഓപ്പൺ ചെയ്യുക, അവിടെ സെർച്ച് ചെയ്യുക മൈ ആധാർ. സെർച്ച് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഇവിടെ കാണിക്കുന്നുണ്ടാകും. ഇവിടെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതേപോലെ ഇന്റർഫേസ് കാണാൻ പറ്റും. നെക്സ്റ്റ് നമുക്കിവിടെ താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്കിവിടെ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. ഇവിടെ താഴോട്ട് നമുക്ക് ബുക്ക് ആൻഡ് അപ്പോയിന്റ്മെന്റ് ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നെക്സ്റ്റ് ഇവിടെ നമ്മളെ ഫ്രണ്ടിൽ രണ്ട് ഓപ്ഷനുകൾ കാണിക്കും. ഇവിടെ നമുക്ക് വിത്ത് മൊബൈൽ OTP ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നിങ്ങളെ പേര് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളെ ഡോക്യുമെന്റിൽ ഏത് നമ്പറാണോ ഉള്ളത് ആ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് നമുക്ക് ക്യാപ്ച കോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഇവിടെ സെയിം റൈറ്റ് സൈഡിൽ കാണിച്ചിട്ടുള്ള ക്യാപ്ച കോഡ് സെയിം ടു സെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിവിടെ സെൻഡ് OTP ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. അതിനുശേഷം നിങ്ങളിവിടെ കൊടുത്തിട്ടുള്ള നമ്പറിൽ ഒരു OTP വന്നിട്ടുണ്ടാകും. ആ OTP നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം വെരിഫിക്കേഷന് വേണ്ടിയിട്ട്. അതിനുശേഷം നമുക്കിവിടെ ഓതന്റിക്കേറ്റ് വിത്ത് OTP ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. അതിനുശേഷം നമ്മളെ ഫ്രണ്ടിൽ ഓതന്റിക്കേറ്റ് എല്ലാം കഴിഞ്ഞ ശേഷം നമ്മളെ ഫ്രണ്ട് അപ്പോയിന്റ്മെന്റ് ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ കാണുമ്പോൾ ഒരുപാട് ചേഞ്ചസ് ഇവിടെ കാണാൻ പറ്റും. നമുക്കിവിടെ സെൻറ്റർ അപ്പോയിന്റ്മെന്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതേപോലെ ഇന്റർഫേസ് കാണാൻ പറ്റും. അതിനുശേഷം ഫസ്റ്റ് നമുക്കിവിടെ ഏജ് കൊടുക്കണം. ഇവിടെ ഏജ് ഗ്രൂപ്പിൽ നമ്മൾ ഏജ് കൊടുക്കണം. ഇവിടെ ആധാറിൽ ഏതൊക്കെ അപ്ഡേഷൻ നടക്കുന്നോ അതിൻ്റെ അകത്ത് അത് ഒരുപാട് കാറ്റഗറീസിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ അതിനനുസരിച്ചാണ് നമുക്ക് ഡോക്യുമെന്റ് എല്ലാം കൊടുക്കേണ്ടി വരും. അപ്പോൾ അതിനനുസരിച്ചാണ് സെൻറ്ററും ഡിസൈഡ് ആകുന്നതാണ്. ഇവിടെ ഏജ് ഗ്രൂപ്പിൽ വരുമ്പോൾ അഥവാ നിങ്ങളെ വയസ്സ് വന്നിട്ട് 0 to 5 വയസ്സിന്റെ താഴെയാണെങ്കിൽ നിങ്ങൾ ഇത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അഥവാ നിങ്ങൾക്ക് 5 വയസ്സ് to 18 വയസ്സിന്റെ അകത്താണെങ്കിൽ നിങ്ങൾക്ക് ഈ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കണം. അഥവാ നിങ്ങളെ വയസ്സ് 18 വയസ്സിന്റെ മുകളിലാണെങ്കിൽ നമുക്ക് above 18 years സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് എല്ലാവർക്കും സെക്കൻഡ് ഓപ്ഷൻ സെലക്ട് ചെയ്യണം. ഇവിടെ നമ്മളെ ഫ്രണ്ടിൽ ഇനിയും ഒരുപാട് ഓപ്ഷൻസ് കാണാൻ പറ്റും. ഇവിടെ ഫസ്റ്റ് ഓപ്ഷൻ ഏതാണെന്ന് വെച്ചാൽ നിങ്ങളത് ആധാറിൽ പുതിയ ആധാർ കാർഡ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കാം, ന്യൂ എൻറോൾമെന്റ്. അഥവാ നിങ്ങൾക്ക് ആധാർ കാർഡിൽ അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ സെക്കൻഡ് ഓപ്ഷനിൽ കാണാൻ പറ്റും അപ്ഡേറ്റ് ഡെമോഗ്രാഫിക് ബയോമെട്രിക് ഡോക്യുമെന്റ്. അതേപോലെ ഇവിടെ ഡെമോഗ്രാഫിക് എന്ന് പറഞ്ഞാൽ ഇവിടെ അഥവാ നിങ്ങൾ നെയിമിൽ കറക്ഷൻ ചെയ്യണോ, ഡേറ്റ് ഓഫ് ബർത്തിൽ കറക്ഷൻ ചെയ്യണോ, അഡ്രസ്സിൽ കറക്ഷൻ ചെയ്യണോ, ജനറലിൽ കറക്ഷൻ ചെയ്യണോ, അതോ ഇമെയിൽ ഐഡിയോ ഫോൺ നമ്പറിൽ കറക്ഷൻ ചെയ്യുകയാണെങ്കിൽ അതിനെ പറയുന്നതാണ് ഡെമോഗ്രാഫിക്. അതിനുശേഷം ഇവിടെ ബയോമെട്രിക് എന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങളെ ഫിംഗർ പ്രിന്റ് സ്കാൻ ചെയ്യും, നിങ്ങളെ ഐ സ്കാൻ ചെയ്യും, അല്ലെങ്കിൽ നിങ്ങളെ ഫോട്ടോയും ചെക്ക് ചെയ്യും. അഥവാ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമുക്ക് ഇവിടെ പ്രൊസീഡ് ഫോർ സെന്റർ സെലക്ഷൻ ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കണം. ക്ലിക്ക് ചെയ്തതിനു ശേഷം താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്കിവിടെ നെക്സ്റ്റ് ഇവിടെ ഫസ്റ്റിൽ കാണുമ്പോൾ നമ്മളെ പിൻകോഡ് കൊടുക്കാൻ പറയും. അതിനുശേഷം സെക്കൻഡ് ഓപ്ഷൻ വന്നിട്ട് നമ്മളെ സെന്റർ നെയിം വെച്ച് നമുക്കിവിടെ സെർച്ച് ചെയ്യാൻ പറ്റും. ലൊക്കേഷൻ നെയിം ഇവിടെ കൊടുത്ത് നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റും. ഇവിടെ ഈസിയുള്ള കാര്യം ഏതാണെന്ന് വെച്ചാൽ നമ്മളെ പിൻകോഡ് ഇവിടെ കൊടുത്ത് സെർച്ച് ചെയ്യേണ്ടത് നമ്മളെ ഏരിയയിലെ പിൻകോഡ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം സെർച്ച് ബൈ പിൻകോഡ് ഒന്ന് സെർച്ച് ചെയ്യുക. അതിനുശേഷം നമ്മളെ ഫ്രണ്ടിൽ നമ്മളെ നിയറസ്റ്റിൽ ഏതൊക്കെ സെന്റേഴ്സ് ഉണ്ടോ അതിന്റെ ലിസ്റ്റ് ഇവിടെ വന്നിട്ടുണ്ടാകും. ഇവിടെ നമുക്ക് കുറച്ച് താഴെ സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും ആധാർ സേവാ കേന്ദ്രന്റെ അപ്പോയിന്റ്മെന്റ് ഡേറ്റ് ഇവിടെ കാണാൻ പറ്റും. ഇതേപോലെ നോക്കി നമ്മൾ അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ നമുക്കിവിടെ മൾട്ടിപ്പിൾ സെന്ററുകൾ കാണാൻ പറ്റും. അഥവാ നിങ്ങൾ വില്ലേജ് സൈഡിലാണെങ്കിൽ നിങ്ങൾ ഇവിടെ പിൻകോഡ് കൊടുക്കുമ്പോൾ കുറച്ച് ലിസ്റ്റ് ആണ് കാണിക്കുന്നെങ്കിൽ അഥവാ നിങ്ങളെ നിയറസ്റ്റിലുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും ഡിസ്ട്രിക്റ്റിലുള്ള ഏതെങ്കിലും പിൻകോഡ് ഇവിടെ കൊടുത്തിട്ട് സെർച്ച് ചെയ്തിട്ട് അവിടെ ലിസ്റ്റുകൾ വരുന്ന അപ്പോയിന്റ്മെന്റ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് ഏത് സേവാ കേന്ദ്രന്റെ അപ്പോയിന്റ്മെന്റ് വാങ്ങിക്കണോ അതിന്റെ ഫ്രണ്ടിൽ നമുക്ക് ബുക്ക് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. അതിനുശേഷം നമ്മളെ ഫ്രണ്ടിൽ ഡേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറയും. അതിനുശേഷം നമുക്ക് താഴെ സ്ലോട്ട് സെലക്ട് ചെയ്യാൻ പറയും. നമ്മളെ ഏത് ടൈമിൽ നമുക്ക് അപ്ഡേഷൻ ചെയ്യണം എന്ന് പറഞ്ഞ് സ്ലോട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക ടൈം. നമ്മളിവിടെ സ്ലോട്ടിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ ടൈംസ് കാണിക്കുന്നുണ്ടാകും. ഈ ടൈംസിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. ഈ ടൈമിൽ നിങ്ങൾ ഏത് ടൈമിലാണ് അവൈലബിൾ ആയിരിക്കുന്നോ ആ ടൈമിൽ നിങ്ങൾ കൊടുക്കുക. അതിനുശേഷം സെലക്ട് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം കൺഫേം ആൻഡ് പ്രൊസീഡ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഫസ്റ്റ് ഇവിടെ നമ്മളെ പേര് കൊടുക്കണം. അഥവാ നിങ്ങളെ പേരിൽ എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിലും നിങ്ങളെ ഡോക്യുമെന്റിലുള്ള പേര് ഇവിടെ സെയിം ടു സെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളെ മൊബൈൽ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിന്റെ കൂടെ നമ്മളെ ആധാർ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ആധാർ നമ്പർ ടൈപ്പ് ചെയ്തതിനു ശേഷം നമുക്ക് നെക്സ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ അപ്പോൾ എല്ലാവരുടെ ഫ്രണ്ടിൽ ഇതേപോലെ ഇന്റർഫേസ് കാണാൻ പറ്റും. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ കാണുമ്പോൾ നമ്മളെ ആധാർ കാർഡിൽ എങ്ങനത്തെ രീതിയിലുള്ള കറക്ഷൻ നമുക്ക് ആവശ്യമുണ്ടോ ഇവിടെ നമുക്ക് ഓപ്ഷൻസ് കാണാൻ പറ്റും.
ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അഥവാ നിങ്ങളെ പേരിൽ കറക്ഷൻ ഉണ്ടോ, അതോ നിങ്ങളെ ഡേറ്റ് ഓഫ് ബർത്തിൽ കറക്ഷൻ ഉണ്ടോ, അതോ നിങ്ങളെ ജെൻഡറിൽ കറക്ഷൻ ഉണ്ടോ, അതോ നിങ്ങളെ മൊബൈൽ നമ്പറിൽ കറക്ഷൻ ഉണ്ടോ, അതോ ഇമെയിൽ ഐ ഡി അപ്ഡേറ്റ് ചെയ്യണോ, അതോ നിങ്ങളെ അഡ്രസ് അപ്ഡേറ്റ് ചെയ്യണോ, അതോ നിങ്ങളെ ഫോട്ടോഗ്രാഫി എന്തെങ്കിലും അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ അപ്പോൾ നമുക്കിവിടെ ബയോമെട്രിക് ഓപ്ഷൻ സെലക്ട് ചെയ്യണം. എങ്ങനെയെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കാണുമ്പോൾ നമ്മളെ ബയോമെട്രിക് അപ്ഡേറ്റ് വന്നിട്ട് മാൻഡറ്ററി ആണ്. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് സമയം നമുക്ക് ഇവിടെ ഓരോ കാറ്റഗറി റിലേറ്റഡ് ആയിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ഫസ്റ്റിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ ഏജ് കാറ്റഗറി മീൻസ് 0 to 5 വയസ്സിലുള്ള ബയോമെട്രിക് അപ്ഡേറ്റ് ആകാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോഴാണോ നിങ്ങൾ പുതിയ ആധാർ കാർഡിന് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങൾ അതിനുശേഷം ഒരു കാര്യത്തിന് യൂസ് ചെയ്തിട്ടില്ലെങ്കിലും അപ്പോൾ നിങ്ങൾക്ക് ബയോമെട്രിക് അപ്ഡേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടാകും. അത് ചെയ്യാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതേപോലെ നമുക്ക് ഏതൊക്കെ കാര്യത്തിൽ അപ്ഡേറ്റ് ചെയ്യാൻ കറക്ഷൻ ചെയ്യാനുണ്ടോ ഇവിടെ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കണം. ഇതേപോലെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കിവിടെ പേരിൽ കറക്ഷൻ ഉണ്ട്, അപ്പോൾ നമ്മുടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഡേറ്റ് ഓഫ് ബർത്ത് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ നിങ്ങളെ മൊബൈൽ നമ്പറിൽ കറക്ഷൻ ഉണ്ടെങ്കിൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനെ കൂടെ നിങ്ങളെ ഇമെയിൽ ഐ ഡി ചേഞ്ച് ചെയ്യണമെങ്കിൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ നിങ്ങൾ ഏതൊക്കെ കാര്യങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുന്നോ അതിൻ്റെ അക്കോർഡിംഗ് നമുക്ക് ഫ്രണ്ടിലോട്ട് ഫിൽ ചെയ്ത് കൊടുക്കണം. കാര്യങ്ങൾ ഡീറ്റെയിൽ എല്ലാം സെലക്ട് ചെയ്തതിനു ശേഷം നെക്സ്റ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഫസ്റ്റ് നമ്മളെ പുതിയ നെയിം ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ ഡോക്യുമെന്റിൽ ഏതാണ് പേരുള്ളത് അത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ പ്രൂഫ് ഓഫ് ഐഡന്റിറ്റി ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നമുക്കൊരു ഡോക്യുമെന്റ് പ്രൂഫ് സെലക്ട് ചെയ്ത് കൊടുക്കണം. ഇവിടെ നമ്മളെ പേരിൽ അഥവാ കറക്ഷൻ ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഒരു പ്രൂഫ് ഇവിടെ സബ്മിറ്റ് ചെയ്യണം. ഇവിടെ നമുക്ക് ഒരുപാട് ഡോക്യുമെന്റ്സ് കാണിക്കുന്നുണ്ടാകും. ഇവിടെ നമുക്ക് ഇന്ത്യൻ പാസ്പോർട്ട് കൊടുക്കാൻ പറ്റും, നമ്മളെ വോട്ടർ ഐ ഡി കാർഡ് കൊടുക്കാൻ പറ്റും, നമ്മളെ ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കാൻ പറ്റും. ഇതിന്റെ പകരം വേണമെങ്കിൽ നിങ്ങളെ പാസ്ബുക്ക് ആയാലും നിങ്ങളെ ഗവൺമെന്റ് ഐ ഡി ആയാലും ഇവിടെ കൊടുക്കാൻ പറ്റും, നിങ്ങളെ മാർക്ക്ഷീറ്റ് കൊടുക്കാൻ പറ്റും. ഏതാണ് നിങ്ങളെ കേസിൽ അപ്ലിക്കബിൾ ആണോ അത് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗജറ്റ് നോട്ടിഫിക്കേഷനിലൂടെ ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മൾ എപ്പോഴാണോ നെയിമിൽ കറക്ഷൻ ചെയ്യണോ അതിന്റെ കൂടെ നമ്മളെ ഗജറ്റ് നോട്ടിഫിക്കേഷന്റെ കാര്യം വരുമ്പോൾ ഈ കാര്യം വെച്ചിട്ട് ഒരുപാട് പേരെ മനസ്സിൽ കൺഫ്യൂഷൻസ് ഉണ്ടാകും. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ആധാർ കാർഡിൽ നെയിം ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ ഗവൺമെന്റ് അടുത്ത് ഒരുപാട് റെസ്ട്രിക്ഷൻ വെച്ചിരിക്കുകയാണ്. അഥവാ നിങ്ങൾ ആധാർ കാർഡിൽ നിങ്ങളെ പേര് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇവിടെ ഗവൺമെന്റ് സൈഡിൽ നിന്ന് ഒരുപാട് ലിമിറ്റേഷൻ വെച്ചിട്ടുണ്ടാകും. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളെ ലൈഫിൽ നമ്മളെ ആധാർ കാർഡ് 2 പ്രാവശ്യം തന്നെ നമുക്ക് പേര് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതേപോലെ നിങ്ങൾ ഡേറ്റ് ഓഫ് ബർത്തിൽ കറക്ഷൻ ചെയ്യുകയാണെങ്കിൽ ഫുൾ ലൈഫിൽ നിങ്ങൾക്ക് ഒരു പ്രാവശ്യം തന്നെ കറക്ഷൻ ചെയ്യാൻ പറ്റും. അതിന്റെ കൂടെ നിങ്ങൾ കറക്ഷൻ ആധാർ കാർഡിൽ ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ പകരം അഥവാ നിങ്ങൾ കറക്ഷൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ആധാർ കാർഡിൽ അതിന്റെ അകത്ത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യുന്നുണ്ടാകും. അഥവാ നിങ്ങളെ ആധാർ കാർഡിൽ അഥവാ മൈനർ ഇഷ്യൂ ഉണ്ടെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ 2 രീതിയിൽ നെയിമിൽ കറക്ഷൻ ഉണ്ടാകും. ഏതാണെന്ന് വെച്ചാൽ ഒന്ന് വന്നിട്ട് നെയിം ചേഞ്ച്, രണ്ടാമത്തെ വന്നിട്ട് നെയിം അപ്ഡേഷൻ. ഇവിടെ നമ്മൾ നോക്കിയാൽ അഥവാ നിങ്ങളെ പേരിൽ എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്കുകൾ ഉണ്ടോ അതോ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അഥവാ അങ്ങനത്തെ കേസിൽ നിങ്ങളെ പേരിനെ ശരിയാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിങ്ങളെ ഡോക്യുമെന്റ് ഏതൊക്കെ കയ്യിലുണ്ടോ ആ രീതിയിൽ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. അഥവാ നിങ്ങളെ പേരിൽ ഫുൾ ആയിട്ട് ചേഞ്ച് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ അതിന്റെ കേസിൽ ഒരു ഗജറ്റ് നോട്ടിഫിക്കേഷന്റെ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിന്റെ ആവശ്യം വരും. അപ്പോൾ അതിനെ കുറിച്ച് നമുക്ക് ഫ്രണ്ടിലോട്ട് കാണാം. അതിനുശേഷം നമ്മളെ പുതിയ ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. നമ്മളെ ആധാർ കാർഡിൽ ഏത് ഡേറ്റ് ഓഫ് ബർത്ത് മെൻഷൻ ആയി കാണിക്കുന്നോ ആ ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടെ പുതിയതായിട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഡേറ്റ് ഓഫ് ബർത്തിന്റെ ഒരു പ്രൂഫ് കൊടുക്കണം. ഇതാണെന്ന് വെച്ചാൽ നിങ്ങളെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് കറക്ഷൻ ചെയ്ത് കഴിയും. അതിനുശേഷം ആണെങ്കിൽ നിങ്ങളെ മാർക്ക്ഷീറ്റിൽ ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടെങ്കിൽ അത് കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങളെ പാസ്പോർട്ട് ആയാലും അല്ലെങ്കിൽ നിങ്ങളെ സർവീസ് ഫോട്ടോ ഐഡന്റിറ്റി കാർഡ് ആയാലും ഇതിൽ നിന്ന് ഏതെങ്കിലും ഡോക്യുമെന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഡേറ്റ് ഓഫ് ബർത്ത് ചേഞ്ച് ചെയ്യാൻ പറ്റും. പക്ഷേ നിങ്ങളെ ഡേറ്റ് ഓഫ് ബർത്തിൽ അഥവാ ലിമിറ്റ് ക്രോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രോസസ് വേറെയാണ്. സോ എന്റെ കേസിൽ ലിമിറ്റ് ക്രോസ് ഒന്നുമില്ല, അതുകൊണ്ട് ഞാൻ ഒരു ഡോക്യുമെന്റ് സെലക്ട് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമ്മളിവിടെ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മൾ ആധാർ കാർഡ് പുതിയതായിട്ട് ഏത് നമ്പറാണ് കൊടുക്കാൻ നോക്കുന്നത് ആ മൊബൈൽ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളെ ഇമെയിൽ ഐ ഡി ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. എല്ലാം ഫിൽ ചെയ്ത് കഴിഞ്ഞ ശേഷം നെക്സ്റ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മളെ ഫ്രണ്ടിൽ ഒരു സമ്മറി പേജ് ഇവിടെ ഓപ്പൺ ആയി വരും. നമ്മൾ ഇതുവരെ ഏതൊക്കെ കാര്യങ്ങൾ ഫില്ല് ചെയ്ത് കൊടുത്തോ അതെല്ലാം ഒരു ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ കാണിക്കുന്നുണ്ടാകും. അതിന്റെ കൂടെ നമ്മൾ ഏത് ഡോക്യുമെന്റ് പ്രൂഫ് സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നോ അത് ഇവിടെ കാണിക്കുന്നുണ്ടാകും. അതോ നിങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും മിസ്റ്റേക്കോ അതോ എന്തെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ബാക്ക് പോയിട്ട് കറക്ഷൻ ചെയ്യാൻ പറ്റും. വീണ്ടും എന്റെ കേസിൽ ഞാൻ കൊടുത്ത ഡീറ്റെയിൽ എല്ലാം കറക്റ്റ് ആണ്. സോ ഞാൻ ഇവിടെ നെക്സ്റ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഇനി നമ്മളെ ഫ്രണ്ടിൽ പേയ്മെന്റ് പേജ് ഓപ്പൺ ആകും. ഇവിടെ നമ്മളെ ആധാർ കാർഡ് കറക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഫീസ് ഇവിടെ ചോദിക്കുന്നുണ്ടാകും. അത് നമ്മൾ ഇവിടെ കൊടുക്കണം. ഇവിടെ പേഴ്സൺ ടു പേഴ്സൺ ഡിപ്പെൻഡ് ചെയ്യും. നിങ്ങൾ അഥവാ എത്ര കറക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ടോ അതിനനുസരിച്ച് നമുക്കിവിടെ ഫീസ് പേയ്മെന്റ് ചെയ്യണം. എന്റെ കേസിൽ 125 രൂപ ചോദിക്കുന്നു. എന്റെ കേസിൽ ബയോമെട്രിക് അപ്ഡേറ്റ് ആകുന്ന എന്താ വെച്ചാൽ ഫോട്ടോയും അപ്ഡേറ്റ് ആകുന്നു. അഥവാ നിങ്ങളെ കേസിൽ ബയോമെട്രിക് അപ്ഡേറ്റ് ചെയ്യാൻ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വെറും 75 രൂപ ഫീസ് ചോദിക്കും കറക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനുശേഷം പേയ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ താഴെ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും, പേ അറ്റ് സെന്റർ. ഇതിൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. നേരത്തെ നമുക്ക് ഓൺലൈനിലൂടെ പേയ്മെന്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഇപ്പൊ നമുക്ക് സെന്ററിൽ തന്നെ പേ ചെയ്യാൻ ഓപ്ഷൻ ചോദിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് സെന്ററിൽ തന്നെ കൊടുക്കാം. അതിനുശേഷം ഇവിടെ മുകളിൽ കടന്ന് ഐ ഹിയർ ബൈ ഓപ്ഷനിൽ ടിക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ ക്ലോസ് എന്ന് കൊടുക്കുക. അതിനുശേഷം കൺഫേം ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. വീണ്ടും കൺഫേം എന്ന് കൊടുക്കുക. ഇവിടെ നമ്മൾ ആ ഫീസ് വന്നിട്ട് നമ്മൾ എപ്പോഴാണോ സെന്ററിൽ വിസിറ്റ് ചെയ്യാൻ പോകുന്നത് അവിടെ നമുക്ക് പേ ചെയ്യണം. ഇവിടെ നമ്മൾ അപ്പോയിന്റ്മെന്റ് വന്നിട്ട് ബുക്ക് ആയിട്ടുണ്ട്. ഇവിടെ അതുകൊണ്ടാണ് ബുക്ക്ഡ് എന്ന് ഷോ ആകുന്നത്. അതിനുശേഷം ഇവിടെ നമ്മളെ അപ്പോയിന്റ്മെന്റിന്റെ ഫുൾ ഡീറ്റെയിൽ ഇവിടെ കാണാൻ പറ്റും.
ഇവിടെ നമ്മൾ താഴോട്ട് കാണുമ്പോൾ നമ്മൾ അപ്പോയിന്റ്മെന്റ് സ്ലിപ്പ് ഇവിടെ കാണാൻ പറ്റും. ഇതിനെ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. ഈ സ്ലിപ്പ് നമുക്ക് PDF-ലൂടെ ഡൗൺലോഡ് ആയി കിട്ടും. ഇതിനെ നമുക്ക് പ്രിന്റ് ഔട്ട് എടുത്ത് വെച്ചിരിക്കണം. ഈ സ്ലിപ്പിനെ നമുക്ക് അതിനുശേഷം നിങ്ങൾ എപ്പോഴാണ് ആധാർ സേവാ കേന്ദ്ര ഓഫീസിൽ പോകുന്നത് അവിടെ നിങ്ങൾക്ക് ഈ സ്ലിപ്പ് കൊണ്ടുപോകണം. ഇപ്പൊ നിങ്ങൾക്ക് ഈ സ്ലിപ്പ് കിട്ടി. ഇതിനുശേഷം നമുക്ക് ഈ അപ്പോയിന്റ്മെന്റ് റീഷെഡ്യൂൾ ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ ഈ ഓപ്ഷനിലൂടെ നിങ്ങൾ അപ്പോയിന്റ്മെന്റ് വന്നിട്ട് റീഷെഡ്യൂൾ ചെയ്യാൻ പറ്റും. അതിനുശേഷം നമ്മൾ ഈ ഒരു സ്ലിപ്പിനെ അതിന്റെ കൂടെ നമ്മൾ കറക്ഷൻ ചെയ്യാൻ കൊടുക്കുന്ന ഡോക്യുമെന്റ് പ്രൂഫ് ഇവിടെ കൊണ്ടുപോകണം. ഈ കാര്യങ്ങളെല്ലാം കറക്റ്റ് ആയിട്ട് കൊണ്ടുപോകണം. അതേപോലെ നിങ്ങൾ ഏത് ടൈമാണ് അപ്പോയിന്റ്മെന്റ് കൊടുത്തിരിക്കുന്നു ആ ടൈം നിങ്ങൾക്ക് നിങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്ന ആധാർ സേവാ കേന്ദ്ര ഓഫീസിൽ അപ്ഡേഷൻ ആയി കിട്ടും. ഇതേപോലെ നിങ്ങൾ ആധാർ കാർഡിൽ അഥവാ നിങ്ങൾക്ക് നെയിമിലോ അഡ്രസ്സിലോ ഫോൺ നമ്പറിലോ അതോ നിങ്ങളെ ഫോട്ടോനെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലെ നമുക്ക് അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യാൻ പറ്റും. സോ ഇതിന്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അഥവാ ആധാർ സേവാ കേന്ദ്ര ഓഫീസിൽ പോകുമ്പോൾ അവിടെ ചില ലൈനുകൾ കാണാൻ പറ്റും. ആ ലൈനിൽ നിങ്ങൾക്ക് നിൽക്കേണ്ട ആവശ്യം വരില്ല. നമുക്ക് തന്നിരിക്കുന്ന അപ്പോയിന്റ്മെന്റ് ടൈമിൽ നമ്മൾ ആധാർ സേവാ കേന്ദ്ര ഓഫീസിൽ പോകുമ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അവർ അപ്ഡേറ്റ് ചെയ്ത് തരുന്നതാണ്. നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ VIP പോലെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അകത്തോട്ട് പോയിട്ട് അപ്ഡേഷൻ എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ഉടനെ തന്നെ തിരിച്ചു കിട്ടും. അവിടെ അതേപോലെ ഒരുപാട് ലൈനുകൾ കാണാൻ പറ്റും. അവിടെ നിങ്ങൾക്ക് ഓരോ ഡോക്യുമെന്റ് ഏതൊക്കെ കൊണ്ടുപോകണമെന്ന് കറക്റ്റ് ആയിട്ട് അറിയാനും പറ്റൂല. അതുകൊണ്ട് നമ്മൾ ഇതേപോലെ ഓൺലൈനിൽ അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ തന്നെ അറിയാൻ പറ്റും ഏതൊക്കെ ഡോക്യുമെന്റ് കൊണ്ടുപോകണം, ഏതൊക്കെ സബ്മിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അതൊക്കെ നിങ്ങൾക്ക് നേരത്തെ തന്നെ റെഡിയാക്കി നിങ്ങൾക്ക് സേവാ കേന്ദ്ര ഓഫീസിൽ പോകാനും പറ്റും ഈ അപ്പോയിന്റ്മെന്റ് ലെറ്റർ വെച്ചിട്ട്. അതേപോലെ നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ ഫീസ് പേ ചെയ്യേണ്ട ആവശ്യം വരില്ല. ഇവിടെ നിങ്ങൾക്ക് കാണിച്ചിരിക്കുന്ന അതേ ഫീസ് തന്നെ അവിടെയും ചോദിക്കും, അവിടെ കൊടുത്താലും മതി. സോ ഓക്കെ ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ. ഇനി ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങൾ അറിയാൻ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നമുക്ക് ഇൻട്രസ്റ്റിംഗ് വീഡിയോ കാണാം. ബൈ.